ഒന്നാം സ്ഥലം വെക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കയറ്റമുണ്ട് കല്ല്, അത് കഴിഞ്ഞ ഒന്നാം സ്ഥലം. അതിനെ പിന്നെ തുടർത്തടയില്ലേ. കാരണം കുട്ടിക്കാലത്ത് അങ്ങനെയല്ല, കുട്ടിക്കാലത്ത് ഇങ്ങനെ കിടക്കുന്നത്, ഇങ്ങനെ കിടക്കുന്നത്. ഈ അടിമാലി ആ വാടക കുത്തിന് അവിടെ നിന്നാണ് കയറുന്നത്. കുത്തനെ കയറ്റം അത്, ഇങ്ങനെ ചെറിയ വഴി കയറി മേലോട്ട് കയറി പോകാം. ഹൈറേഞ്ചിലെ കുരിശിൻ്റെ വഴിയാണോ യഥാർത്ഥ കുരിശിൻ്റെ വഴി? നമുക്കിവിടെ നാട്ടിൽ റോട്ടിൽ കൂടെ നടന്നില്ല പരിപാടി. റിസ്ക്കാണ് മിനിസ്ട്രി അവിടുത്തെ. ഈ നമ്മൾ ഇത് ഭയങ്കര റിസ്ക്കാണ്. വൈകിട്ട് കിടക്കുന്ന സമയത്ത് ഇവിടെ കാട്ടുപോത്ത് വന്നിട്ടുണ്ട് പള്ളിയുടെ ഫ്രണ്ടിൽ, ആന്തൂരിലൊക്കെ. പിന്നെ കാട്ടുപോന്നേശ്വരി ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു അച്ഛനുണ്ട് അവിടെ, ഇടവേ നമ്മുടെ രൂപതയുടെ അച്ഛനുണ്ട്. അച്ഛൻ്റെ വീട് അവിടെയാണ്. അവിടെ അപ്പച്ചനും അമ്മച്ചും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അച്ഛൻ്റെ പെങ്ങന്മാരെല്ലാം കെട്ടിച്ചു വിട്ടു. ചേട്ടൻ മറവില താമസിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അപ്പച്ചൻ അമ്മച്ചെ കാണാൻ വേണ്ടി വൈകിട്ട് പോകുമായിരുന്നു. എന്നാൽ 6 മണിയാകുമ്പോൾ പോകും. പിന്നെ വൈകിട്ട് രാത്രി നമ്മൾ തിരിച്ചു വരുള്ളൂ. ഞങ്ങൾ ബൈക്കിനാണ് വരുന്നത്. അപ്പം ഞാൻ അവിടെ നിന്ന് മാറിയൊരു 5-6 മാസം കഴിയുമ്പം അമ്മച്ചേരെ വിളിച്ചു, അച്ഛാ ഇവിടെ എല്ലാം ആനയാന്ന് പറഞ്ഞു. വീടിൻ്റെ താഴെ എല്ലാം ആനയാണ്, വീട്ടു പറമ്പിൽ ആന വരും. അവർക്ക് പിന്നെ എക്സ്പീരിയൻസ് അവർക്ക്. വീണ്ടും ഫ്രണ്ടിലെല്ലാം കാട്ടുപോത്തെല്ലാം വരും. പഴങ്ങളുണ്ട്. ഈ ഇതൊക്കെ നമ്മുടെ ഈ എന്താ പറയുക, ഈ എന്താ പറയുന്ന പഴമുണ്ടല്ലോ, പേരക്കയല്ല, എന്താ പറയുക, അവിടുത്തെ സ്പെഷ്യൽ പഴമുണ്ട്, പ്ലംസ്. പള്ളിമുറ്റത്തും ഉണ്ട് പ്ലംസ് ഉണ്ട്. അവരുടെ വീട്ടിൽ ഇഷ്ടംപോലെ പ്ലംസാണ് അവിടെ. അപ്പോൾ അത് തിന്നാൻ വേണ്ടി വരും. അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ പഴങ്ങളുണ്ട് അവിടെ. ആപ്പിൾ, ഓറഞ്ച് എല്ലാം ഉണ്ട് അവിടെ വീടിന് മുറ്റത്ത്. നമുക്ക് ചുമ്മാ ആപ്പിളൊക്കെ പറിച്ച് തിന്നാം. പള്ളിപ്പറമ്പിൽ ആപ്പിളുണ്ടായിരുന്നു. കാന്തേരി പള്ളി ചെറിയ ആപ്പിളുണ്ട്. പള്ളിപ്പറമ്പ് നമുക്ക് ഞാൻ പകലൊക്കെ ഇറങ്ങിയിട്ട് ആപ്പിളും പറിച്ച് തിന്നോണ്ട് പോകും. നല്ല വിഷമൊന്നുമില്ലല്ലോ, നല്ല വിഷം അടിച്ചു നല്ല ആപ്പിളാണ്. പള്ളിപ്പറമ്പ് ഇഷ്ടം ഓറഞ്ച് ഉണ്ട്, ആപ്പിളുണ്ടായിരുന്നു. ഞാൻ പിന്നെ പോകുന്നപ്പോൾ കുറേ പഞ്ചായത്തിൽ നിന്ന്, കാന്തേരി പഞ്ചായത്തിൽ നിന്ന് കുറേ തൈ മേടിച്ച് വെച്ചായിരുന്നു. ഇവിടെ ഇവിടെ അവിടെ വെച്ച അവിടെ ചെറിയ തൈ, ഈ ഇതില്ലേ സങ്കരീരം തൈ ഇല്ലേ, അധികം പൊങ്ങത്തില്ല, ഇത്രയൊക്കെ പൊങ്ങുള്ളൂ. കുറച്ച് തൈ വലിച്ച് വെച്ചിട്ടാണ്. പള്ളിപ്പറമ്പ് ചെറിയ ആപ്പിളുണ്ട്, ഇങ്ങനെ ഈ പൊക്കമുള്ള ആപ്പിളിന് മരത്തിന് തീരെ ചെറിയ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അവിടെ എല്ലാം ആപ്പിളും ഓറഞ്ചും ആണല്ലോ. അവിടെ ആപ്പിളും ഓറഞ്ചും എല്ലാം ഉണ്ട്. പകലൊക്കെ ഇറങ്ങി ചുമ്മാ നടക്കാതെ വഴി. അവിടെ ഗുഹനാഥപുരം വലിയൊരു പൊക്കമുള്ളൊരു മലയുണ്ട്. അവിടെ ചെറിയൊരു ഗുഹയുണ്ട്. മുനിയറകളുണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. പണ്ട് മുനിമാർ ഇങ്ങനെ 2 കല്ലെടുത്ത് വെച്ചിട്ട് മേലോട്ട് അല്ല മുനിമാർ. പിന്നെ ആദിവാസി കുടികൾ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല തേനൊക്കെ കിട്ടും, നല്ല ഒറിജിനൽ തേൻ കിട്ടും അവിടെ. അവിടുത്തെ ഇതാണ് രസം. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലിത് വേറെയല്ലേ. ഇവിടുത്തെ സിസ്റ്റം വേറെ, അവിടുത്തെ സിസ്റ്റം വേറെയാണ്, ഇവിടുത്തെ സിസ്റ്റം വേറെയാണ്. എപ്പോഴും തണുപ്പല്ലേ അവിടെ. എത്ര ചൂട്, ഇവിടുത്തെ ഈ ചൂടത്ത് പോലും അവിടെ ഒരു AC ഒന്നും വേണ്ട. ഈ സമയത്തൊക്കെ നിൽക്കണേ പോലും നമുക്ക് സ്വെറ്റർ ഇടാൻ നിൽക്കാൻ പറ്റില്ല, അല്ലെ വിറയ്ക്കും നമ്മൾ. സുഖമായിട്ട് കിടന്നുറങ്ങാം, കമ്പിളിയൊക്കെ പോയി സുഖമായിട്ട് കിടന്നുറങ്ങാം. പിന്നെ കുളിക്കണമെങ്കിൽ ചൂടുവെള്ളം വേണം. പകലും നടപ്പാ. പകല് വെയിലാണല്ലോ. വെയിൽ ഒരിക്കലും വേർപ്പില്ലല്ലോ അവിടെ, വേർക്കത്തില്ല അവിടെ. വേർക്കത്തില്ല. ആ വെയിലത്തൊരു തണുപ്പുണ്ട്. നമുക്ക് ഒന്നൊരു ബുദ്ധിമുട്ട്, ആ വെയിലടിച്ചാലൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ മജോറിറ്റി ഹൈ റേഞ്ചിലിരുന്നത്. അടിമാലി, പിന്നെ നമ്മുടെ കാന്തല്ലൂര്, മൂന്നാർ, കുട്ടിക്കാനം, എന്നിട്ട് നാട്ടുപ്രദേശത്ത് 3ാമത്തെ പള്ളിയായിരുന്നു. ബാക്കി 4 പള്ളികൾ ഹൈ റേഞ്ചിലായിരുന്നു. ഞാൻ സെമിനാരിൽ നിന്ന്, ഞാൻ മൈനസ് സെമിനാരിയിലായിരുന്നു. അവിടെ നിന്നാണ്. ഞാൻ ബിഷപ്സ് ഹൗസിലായിരുന്നു. ബിഷപ്സ് ഹൗസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ഇതിനു മുമ്പ് മണ്ണക്കിനാട് ഉരുളങ്ങാട് ഇടവയുണ്ട്. അവിടെ സെമിനാരി വരുന്നതിന് മുമ്പ് മണ്ണക്കിനാട് ഇടവയായിരുന്നു, ഉരുളങ്ങാട് അടുത്ത്. സെമിനാരി 2022 മുതൽ 25 വരെ സെമിനാരിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട്. അതുകൊണ്ട് ഇവിടുത്തെ മിനിസ്ട്രിയൊക്കെ എനിക്ക് മിനിസ്ട്രിയേ അല്ല, വീട് വിസിറ്റൊന്നും ഒരു വീട് വിസിറ്റേ അല്ല. അവിടുത്തെ വീട് വിസിറ്റൊക്കെ കാണുമ്പോൾ അതും വഴി പോലും കാണത്തില്ല.
പിന്നെ ഇവിടുത്തെ വെച്ചാൽ അങ്ങനത്തെ ഒരു ഇതല്ലല്ലോ. അവിടെ പിന്നെ അത് മേലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വീടും അടുത്തടുത്താണ്. ലൈൻസ് അല്ല, എല്ലാ ലൈൻസാണ്. അതെ അതെ. ആന, പുലി, കാട്ടുപോത്ത് എല്ലാം ഉണ്ട്. പലതവണ വിട്ടിട്ടുണ്ട് എല്ലാത്തിനും വേണ്ടിയിട്ട്. ദൈവാനുഗ്രഹം രക്ഷപ്പെട്ട് പോകുന്നത്. എല്ലപ്പെട്ടി വെച്ച് ഞങ്ങൾ വിചാരിച്ചു, ഞാനും അച്ഛനും വിചാരിച്ചു ഞങ്ങളന്ന് തീർന്നു വിചാരിച്ചു. അതുപോലെ കൊമ്പന്മാരല്ലേ നിൽക്കുന്നത്, രണ്ട് സൈഡിലും കൊമ്പ്. ഫ്രണ്ടിൽ ഒരു കൊമ്പനും ഒരു പിടിയും, പിന്നെ കുഞ്ഞുങ്ങളോടൊപ്പം ഏറ്റവും ഡേഞ്ചറസ്. അതുങ്ങൾ നമ്മുടെ വണ്ടിയിലോട്ട് അടുത്തോട് ഓടി വന്ന് ഇത് ഓടി വരും. അതുങ്ങൾ വണ്ടി കെട്ടിടിച്ചാൽ ഇത് വന്ന് ചവിട്ടും, വണ്ടി കെട്ടി ചവിട്ടും. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതുങ്ങൾ കളിച്ച് ഓടി പോകുമല്ലോ. അപ്പം അതുങ്ങൾ എന്ന് ഇടിക്കുന്നിടത്തെല്ലാം അവിടെ ഒരു എസ്റ്റേറ്റിൽ ഗേറ്റ് ഇടിച്ച് കളഞ്ഞ, അത് വീടിൻ്റെ ഗേറ്റ്, എസ്റ്റേറ്റ് വീടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞ് എന്ന് ഈ തുമ്പിക്കൈ വെച്ചിട്ട് ഈ ഗേറ്റ് കാട്ടി, ആ പിടിയാന വന്നിട്ട് ആ ഗേറ്റ് പറിച്ച് ദൂരെ കളഞ്ഞു. ആണ് വിഷയം. നമുക്കൊരു സാധനം കുഞ്ഞുങ്ങളുടെ ഭയങ്കര പേടിക്കണം നമ്മൾ. ഭയങ്കര അത് മതിലൊന്നും പ്രശ്നമില്ല, മതിലൊക്കെ ചവിട്ടി പൊളിച്ച് കളയും, താടി കളക്കും. ഈ മറ്റേ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെയാണ്, അത് ഈ മരമൊക്കെ ഇല്ലേ, ഒറ്റ ചവിട്ടുകൊണ്ട് തള്ളിയിടും. ഇലക്ട്രിക് ഫെൻസിങ് മേലോട്ടിടും, ആ ലൈൻ കംപ്ലീറ്റ് കട്ടായി പോകും, ആ കടന്നിപ്പുറത്തോട്ട് വരും. നമ്മുടെ ഇവിടുത്തെ കപ്പൂച്ചനാശ്രമം ഇല്ലേ, അവിടുത്തെ അച്ഛൻ്റെ ഒരു ആശ്രമം അവിടെയുണ്ട്, ഈ എല്ലപ്പെട്ടിയുണ്ട്. അവിടെ കോവിലൂരെന്ന് പറയും. ഞാൻ മിക്കപ്പോഴും അവിടെ പോകുന്നതായിരുന്നു. നല്ലൊരു ആശ്രമം അവിടെ. അച്ഛൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അവിടെ പോകുമ്പോൾ അച്ഛൻ പറഞ്ഞ അച്ഛൻ്റെ കംപ്ലീറ്റ് ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ഫെൻസിങ്ങിനപ്പുറത്ത് പുലി വരും, ഈ പറഞ്ഞ പോലെ കാട്ടുപോത്ത്, ആന എല്ലാം വരും. പക്ഷെ ഇങ്ങോട്ട് കിടക്കത്തില്ല. നല്ല ഷോക്കാണ്, നിസ്സാര ഷോക്കല്ല. അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കത്തില്ല. പിന്നെ കേഴയാടൊക്കെ ഇല്ലേ, കേഴമാനും മറ്റു മ്ലാവൊക്കെ വരും. അടിച്ചു കഴിഞ്ഞാൽ കറണ്ട് തൊട്ട് അന്നേരം അടിയാണ്, അന്നേരം വിട്ടുപോകും, പിന്നെ വരത്തില്ല. അതുകൊണ്ട് നിസ്സാര ഷോക്കാണ്, നല്ല ഷോക്കാണ്. എഴുതി വെച്ചിട്ടുണ്ട്, തുടർന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തൊട്ട് നമ്മളൊക്കെ അന്നേരം തട്ടിപ്പോകും, അത്രയ്ക്ക് ഷോക്ക്. അവിടുത്തെ ലൈഫ്, അവിടുത്തെ നമ്മുടെ ജീവൻ പണയം വെച്ചുള്ള ജീവിതമാണ് അവിടെ. ഞാനൊക്കെ പലതവണ പെട്ടുപോയതാണ്, പലതവണ തീർന്നത് വിചാരിച്ചതാണ്. അതുപോലത്തെ അവസ്ഥയായിരുന്നു. കാട്ടുപോത്തൊക്കെ വന്നാൽ ഓടാൻ പോലും പറ്റി, അതുപോലത്തെ സ്പീഡല്ല അതിന്. ആന ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നാമത് പേടി, കാരണം പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഓടിപ്പോകത്തില്ല. പേടിച്ച് തന്നെ നമ്മളെ മരവിച്ചു പോകും, നമ്മുടെ കാര്യം കഴിയില്ല. അത്രയ്ക്ക് റിസ്ക്കാണ് പരിപാടി. അതുകൊണ്ട് ഇവിടുത്തെ ഒന്നും റിസ്ക്കേ ഇല്ല.